ശ്രീ ശിവദാസൻ എം പി ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക പ്രതിപക്ഷം ഉന്നയിച്ചത് ഇത് ബി ജെ പിയുടെ ഹിഡൻ അജണ്ടയാണെന്നാണ്. മുൻ കാലഘട്ടങ്ങളിലും ഇത് ബി ജെ പി രംഗത്തേക്ക് എത്തിക്കാൻ ശ്രമിച്ച ഒരു വേളയാണ്. ഇത് പ്രായോഗികമാകാൻ പോകുന്നതിൻ്റെ സൂചന ലഭ്യമായിരിക്കുന്നു. എന്തൊക്കെയാണ് ഇതിൽ ഉയർക്കൊള്ളുന്ന ആശങ്കകൾ? രാജ്യത്തിന്റെ ജനാധിപത്യ അടിത്തറയെ ദുർബലപ്പെടുത്തുന്ന ഒരു തീരുമാനമാണ്. ഒരു തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തെ ഏതെങ്കിലും ഒരു പാർട്ടി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പാർട്ടിയെ തിരികെ വിളിക്കാൻ, ആ പാർട്ടിയെ സംബന്ധിച്ച് അവിശ്വാസ പ്രമേയത്തിന് പോലുള്ള സാധ്യത ഇല്ലാതാക്കുന്ന നിലയിലാണ് നിലവിൽ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. ഇത് RSSന്റെയും BJPയുടെയും പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. ഒരു കാരണവശാലും ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് ഇത്തരത്തിലുള്ള ഒരു ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഒരു പദ്ധതിയെ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇന്ത്യൻ ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരും ഇതിനെതിരായി അണിനിരക്കേണ്ടതുണ്ട്. ഇത് BJPയുടെ കോർപ്പറേറ്റ് പദ്ധതിയുടെ കൂടി ഭാഗമാണ്. കാരണം ഒരു രാജ്യത്ത് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന സർക്കാരിനെ സർക്കാർ BJP നിലവിൽ അധികാരത്തിലിരിക്കുന്നു എന്നുള്ള കാരണത്താൽ അവർക്ക് എല്ലാ അർത്ഥത്തിലും പിന്നീട് തൊഴുന്നതിന് വേണ്ടി കോർപ്പറേറ്റുകളുടെ വലിയ സാമ്പത്തിക പിന്തുണയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് അവർ കണക്കുകൂട്ടുന്നത്. അപ്പോൾ വലിയ സാമ്പത്തിക പിന്തുണയോടുകൂടി സംസ്ഥാനങ്ങളുടെയും രാജ്യത്തെയും യൂണിയൻ ഗവൺമെന്റിനെയും നിലനിർത്താൻ കോർപ്പറേറ്റുകൾക്ക് കഴിയുമെന്നും അതിലൂടെ കോർപ്പറേറ്റുകളുടേതായിട്ടുള്ള ഒരു ഭരണക്രമം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് അവർ കണക്കുകൂട്ടുകയാണ്. ഇന്ത്യയുടെ രാജ്യത്തിന്റെ പൊതുസ്ഥിതി വെച്ച് കഴിഞ്ഞാൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ എന്ന് പറയുന്ന ഭൂരിപക്ഷ ആളുകളും കോർപ്പറേറ്റുകളുടെ നോമിനികളായിട്ടാണ് വരുന്നത് എന്നുള്ളത് നാം കാണുന്ന ഒരു കാര്യമാണ്. ഇവിടെ ചെറിയ തോതിലെങ്കിലും വിയോജിക്കുന്നതിനുള്ള അവസരമാണ് ഇല്ലാതാക്കപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് വിയോജിപ്പുകൾക്ക് ഭരിക്കുന്ന സർക്കാരിനെതിരായിട്ട് ശബ്ദിക്കാൻ ജനങ്ങൾക്കും ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള ജനപ്രതിനിധികളായിട്ട് അവസരം നിഷേധിക്കുന്നതാണ് നിലവിലുള്ള. അതാണ് ശ്രീ ശിവദാസ് എം പി, അതായത് 28 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇവിടെ ഒരു ദിവസത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമ്പോൾ വരുന്ന ചില പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട്. മാൻഡേറ്റ് ജനവിധിയെ അട്ടിമറിക്കുന്നതുണ്ട്. കാരണം 5 വർഷത്തേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്ന ഭരണകൂടത്തെ അല്ലെങ്കിൽ ഭരണത്തെ ചിലപ്പോൾ ചിലയിടങ്ങളിൽ ഇല്ലാതാക്കേണ്ടി വരും, ചിലയിടങ്ങളിൽ നീട്ടി നൽകേണ്ടി വരും. ഇങ്ങനെയൊരു പ്രായോഗിക പ്രശ്നമുണ്ട്. അതിനുള്ള എന്ത് സൊല്യൂഷനാണ് ഈ രാംനാഥ് കോവിന്ദ് കമ്മിറ്റി മുമ്പോട്ട് വെച്ചത്? യാതൊരുവിധ സൊല്യൂഷനും അതിനില്ല. ഇത് നിലവിലുള്ള ഇന്ത്യയുടെ ജനാധിപത്യ ക്രമത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിത പദ്ധതിയുടെ ഭാഗമാണ്. അത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനോ ജനാധിപത്യത്തെ എല്ലാ അർത്ഥത്തിൽ വിപുലപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടല്ല. അതുകൊണ്ട് ഇത് കടുത്ത അപകടകരമായിട്ടുള്ള പദ്ധതിയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ശരി ശ്രീ ശിവദാസൻ എം പി, അതായത് ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ഗൂഢനീക്കത്തിൻ്റെ പ്രകടമായ ഉദാഹരണം തന്നെയാണ് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. അത് ജനവിധിയെ അട്ടിമറിക്കുന്നത് കൂടിയാണ്. ഇതിൻ്റെ പ്രായോഗികപരമായ ബുദ്ധിമുട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഒക്കെയാണ് അദ്ദേഹം വിശദീകരിച്ചത്.